സെക്രട്ടറി കോടിയേരിയുടെ ഭാര്യ സഹോദരനാണ് യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് എംഡി. ഇ കെ നായനാരുടെ കൊച്ചുമകൻ സൂരജ് രവീന്ദ്രൻ കിൻഫ്ര വീഡിയോ പാർക്കിന്റെ എംഡി. ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവ ആനന്ദ് കിൻഫ്ര അപ്പാരൽ പാർക്കിന്റെ എംഡി. സിപിഎം സംസ്ഥാന സമിതി അംഗം കോലിയക്കോട്ട് കൃഷ്ണൻ നായരുടെ മകൻ ടി ഉണ്ണികൃഷ്ണൻ കിൻഫ്രയുടെ ജനറൽ മാനേജർ. എം ലോറൻസിന്റെ ബന്ധു എം ഡി ജോസ്മോൻ കൊച്ചിൻ ഇന്റർനാഷണൽ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന്റെ ജനറൽ മാനേജർ. കെ വരദരാജന്റെ മകൻ ശരത് വി രാജ് മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സിഇഒ. ഇടതു യൂണിയൻ നേതാവ് പ്രസാദ് മാത്യു ട്രാക്കോ കേബിൾ കമ്പനി എംഡി. സർവകലാശാലകളിലെ അധ്യാപക നിയമനങ്ങളിലും സിപിഎം നേതാക്കളുടെ ഭാര്യമാർക്കാണ് മുന്തിയ പരിഗണന. 250 യോഗ്യരായവരെ മറികടന്ന് ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജിൽ നിയമനം നേടിയതും ഒരു സിപിഎം നേതാവിന്റെ ഭാര്യ തന്നെ. സിപിഎം നേതാക്കളുടെ ബന്ധുനിയമന പട്ടിക ഒറ്റ വീർപ്പിന് വായിച്ചു തീർക്കാവുന്ന ഒന്നല്ല. ശമ്പളം വാങ്ങുന്നില്ലെങ്കിലും കാറും ബത്തയുമൊക്കെയായി 5 ഉപദേഷ്ടാക്കളുണ്ട് മുഖ്യമന്ത്രിക്ക് ചുറ്റും. 1 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്ന ഉപദേഷ്ടാക്കളുമുണ്ട്. ഇത്രയേറെ ഉപദേഷ്ടാക്കൾ ചുറ്റുമുണ്ടായിട്ടും സ്വന്തം വകുപ്പിലെ അഴിമതിയും കള്ളക്കടത്തും കണ്ടെത്താൻ മാത്രം മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ വീട്ടുജോലിക്ക് മാത്രം 11 പേരുണ്ട്. ഇതൊക്കെ പിൻവാതിൽ നിയമനങ്ങളുമാണ്. മുഖ്യമന്ത്രിയുടെ IT ഫെലോ എന്നൊരു തസ്തികയുണ്ടാക്കി നിയമിക്കപ്പെട്ട അരുൺ ബാലചന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഇരട്ട സെക്രട്ടറിയും നിഴലുമായിരുന്ന ശിവശങ്കറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. വിദേശയാത്രകൾ നടത്തി ഈ 2 IT പ്രമുഖരും പ്രളയകാലത്ത് സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമാണുണ്ടാക്കിയത്. ആദ്യം ബന്ധു ആരെന്ന് നിശ്ചയിക്കും, പിന്നെ അയാളുടെ യോഗ്യത നോക്കും. ആ യോഗ്യതയ്ക്കനുസരിച്ച് തസ്തികയുടെ യോഗ്യത മാറ്റും. മന്ത്രി ഇ പി ജയരാജൻ തുടങ്ങുകയും മന്ത്രി കെ ടി ജലീൽ തുടരുകയും ചെയ്ത ഈ വിദ്യ തന്നെയാണ് പല വകുപ്പുകളിലുമായി പിന്നീട് പരീക്ഷിച്ചത്. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ദീപു പി നായരുടെ അടുത്ത ബന്ധു സുകേഷ് ആർ പിള്ള